ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിങ് വീഡിയോ ആണ്. ഒരു ആലിയ കട്ട് ഷോർട്ട് കുർത്തി, അതിൻ്റെ ഒരു കട്ടിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് വരുന്നില്ല, കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ തുണി ഇതുപോലെ നാലാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വീതി വന്നിട്ട് ഒരു 11 ഇഞ്ചും പിന്നെ ലെങ്ത്ത് വന്നിട്ട് 15 ഇഞ്ചുമാണ് കേട്ടോ. നാലാക്കി മടക്കി ഇട്ടിട്ടാണ് വീതി 11 ഇഞ്ച് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ലെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുണി കറക്റ്റ് ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണത്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണ തുണിയിൽ നിന്നാകുമ്പോൾ ഒരു ഭാഗം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6.5 കേട്ടോ. എൻ്റെ അളവ് വന്നിട്ട് 6.5. അപ്പോൾ ഞാനതാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അളവ് എന്ന് വെച്ചാൽ ഇതുപോലെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോൾ ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ അടയാളപ്പെടുത്താം. മിക്കതും 7ഉം 6.5 തന്നെ ആയിരിക്കും കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള അളവ് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് എടുക്കാം. അതായത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ് കേട്ടോ. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് 8.5. അതുപോലെ തന്നെ അവിടേക്കും എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റും വേസ്റ്റും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ആം ഹോൾ ഒന്ന് നമുക്ക് വരച്ച് കൊടുക്കണം. കുഴിച്ച് വരച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടുന്ന് അടിയിൽ നിന്ന് ഒരു 3ഉം പിന്നെ മേലെ നിന്ന് ഒരു 3ഉം ആയിട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ടാണ് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഈ ഒരു ഐഡിയ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ആം ഹോൾ കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനാണ് ചെയ്തെടുക്കണത്. അത് കാരണം ഫ്രണ്ടിലത്തെ നെക്കൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ. പക്ഷെ നമുക്ക് ബാക്കിലത്തെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് പോർഷൻ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ തുണിയൊക്കെ നല്ലതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് നെക്ക് ഞാൻ വീതി എടുത്തിട്ടുള്ളത് ഒരു 3 ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ അത് തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വളച്ച് വരച്ച് കൊടുത്ത പോലെ തന്നെ ഇവിടെയും വളച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ മെഷർമെൻറ്റൊക്കെ വരച്ച് കൊടുത്തത് അപ്പുറത്തെ ആ തുണിയിലേക്കും കൂടി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വരച്ചതിൻ്റെ മേലെ കൂടെ ഒന്ന് ഡാർക്കായിട്ട് ഒന്നും കൂടി വരച്ചിട്ട് തുണി ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് പതിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ചോക്കിൻ്റെ ലൈൻ നമുക്ക് ഇപ്പുറത്തെ തുണിമേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തൽ. അതുപോലെ തന്നെ ആ സൈഡിലേക്കും ഇതുപോലെ ഡാർക്കാക്കി വരച്ചിട്ട് പതിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെയാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ 24 എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടിഭാഗത്ത് സ്ലീവിൻ്റെ വീതി വന്നിട്ട് ഒരു 5.5 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്ലസ് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. മേലത്തെ എനിക്ക് അത് അടയാളപ്പെടുത്തുന്ന വീഡിയോ കിട്ടിയില്ല. അത് ഞാനൊരു ഏകദേശം ഒരു 9.5 ഇഞ്ചാണ് ഞാൻ വീതിയിലാണ് കേട്ടോ ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കൈക്കുഴി വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കൈ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ കൈയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഒന്ന് കുഴിച്ചും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കണം കൈയിൻ്റെ. അതും എനിക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടോ. അപ്പോൾ നിങ്ങളതും ശ്രദ്ധിക്കണം. ഒന്ന് കുഴിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ ഒന്നും കൂടി ഒരു വൃത്തിക്ക് നിൽക്കാനായിട്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടം എടുക്കണം. ബോട്ടം ലെങ്ത്ത് എടുക്കണം. അത് വന്നിട്ട് ഞാനൊരു 17 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീതി നമുക്ക് എത്രയാണോ തുണി കിട്ടുന്നത് അത് അനുസരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പോർഷനും കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ആലിയ കട്ടിൻ്റെ കട്ടിങ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ വീതിയിലും നീളത്തിലും തുണി ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെക്കാളും
4 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ വേണം ഫ്രണ്ട് പാർട്ടിലേക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആലിയ കട്ടിങ്ങിൻ്റെ ഒരു കട്ടിങ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഞാനിനി ചെയ്യാൻ പോകുന്നത് 4 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്താണ് ചെയ്യണത് കേട്ടോ. ഞാൻ എക്സ്ട്രാ 4 ഇഞ്ച് എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതിവിടെയാണ് നമ്മളിനി ചെയ്യേണ്ടത്. 4 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ഓരോ ഭാഗത്തും 4 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. അതിനുശേഷം അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. അതിനുശേഷം നമ്മളിതാ മേലെന്ന് ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുള്ളതിൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ആ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ചെരിച്ച് വെച്ച് കൊടുത്ത ഭാഗത്തുനിന്ന് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തോളൂ, അല്ലെങ്കിൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ നമ്മുടെ മൊത്തത്തിലൊരു അളവ് തെറ്റാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ നമ്മുടെ ബോഡിയിലത്തെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അവിടെയും ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് അടിയിലായിട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളത് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ലാസ്റ്റ് എൻഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ വരച്ചതിൻ്റെ മേലെക്കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മെയിനായിട്ട് ആലിയ കട്ടിങ്ങിൻ്റെ കട്ടിങ് വന്നിട്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ കട്ടിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആലിയ കട്ടിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് വന്നിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നന്നായി മനസ്സിലായി ഇഷ്ടമായെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ ഓക്കെ ബൈ. അപ്പോൾ നമ്മളിവിടെ കട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേറെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.